നമസ്കാരം. ഭാരതത്തിന്റെ സുരക്ഷാ സേന നിരന്തരം ജമ്മു കാശ്മീരിൽ ഇപ്പോഴും തീവ്രവാദികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തീവ്രവാദികളെ സഹായിക്കുന്നവർക്കെതിരെയും ഇപ്പോൾ സുരക്ഷാ സൈന്യം കർശനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലടക്കം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഭീകരപ്രവർത്തനമോ ഭീകരാക്രമണമോ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് സുരക്ഷാ സേനയുള്ളത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പാകിസ്ഥാൻ ബന്ധമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-ത്വയ്ബ എന്ന ഭീകര സംഘടന, ആ ഭീകര സംഘടനയ്ക്ക് പുതിയ നാവികസേനയ്ക്ക് സമാനമായ ഒരു ഫ്ലീറ്റ് വരുന്നു. അതായത് നാവിക സേനയ്ക്ക് സമാനമായ ഒരു വാട്ടർ ടെറർ ക്യാപ്പബിലിറ്റി വരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ലഷ്കർ-ഇ-ത്വയ്ബ എന്ന ഭീകര സംഘടന പാക് അധീന ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും നിരവധി പരിശീലന ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതിനു മുമ്പായി അവർ നിരവധി വിദഗ്ധരായിട്ടുള്ള സ്കൂബ ഡൈവർമാരെ റിക്രൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ വിദഗ്ധരായ നീന്തൽക്കാരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം രാജ്യത്തുടനീളം പല സെന്ററുകളിൽ വെച്ച് ഇവർക്ക് പരിശീലനം നൽകുകയാണ്. ഇവർ നേതൃത്വം നൽകുന്ന പരിശീലനം അത് ഭീകരവാദികളെ അടക്കമുള്ളവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അതായത് രാജ്യത്ത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, വെള്ളപ്പൊക്കം പോലെയുള്ള ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവർ നിരവധി ക്യാമ്പുകൾ പാകിസ്ഥാനിലുടനീളം നടത്തുന്നു എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ക്യാമ്പുകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയുണ്ടായി. പാകിസ്ഥാനിലെ ചില തടാകങ്ങൾ, ചില കനാലുകൾ, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ചില നദികൾ, തീരദേശം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ലഷ്കർ-ഇ-ത്വയ്ബ ഇത്തരത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള പരിശീലനം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് രക്ഷാപ്രവർത്തനത്തിനൊന്നുമല്ല, വെള്ളപ്പൊക്കത്തെ നേരിടാനുമല്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് സ്പീഡ് ബോട്ടുകളും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമൊക്കെ വാങ്ങി ലഷ്കർ-ഇ-ത്വയ്ബ സ്വന്തമായി ഒരു നാവികസേനയ്ക്ക് സമാനമായ സൈന്യത്തിന് രൂപം കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം നുഴഞ്ഞു കയറാനും അതോടൊപ്പം തന്നെ കടലിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുമൊക്കെയാണ് ലഷ്കർ-ഇ-ത്വയ്ബയുടെ ശ്രമം എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സുരക്ഷാ സൈന്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളൊക്കെ ഏകോപിപ്പിക്കുന്നത് ലഷ്കർ-ഇ-ത്വയ്ബയുടെ കമാൻഡർമാരായിട്ടുള്ള റിസ്വാൻ ഹാനിസും അതുപോലെ തന്നെ അമീർ സിയയുമാണ്. ഇവർ രണ്ടുപേരും ലഷ്കർ-ഇ-ത്വയ്ബയുടെ ഭീകരരാണ്. ഇവർ ഈ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കമാൻഡർമാരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രാജ്യത്തെമ്പാടും പാക് അധീന ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലും വിവിധ കേന്ദ്രങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നദീതീരം, സമുദ്രതീരം, ഇവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പരിശീലന ക്യാമ്പുകൾ ലഷ്കർ-ഇ-ത്വയ്ബ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് നാവികസേന രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇന്ത്യയുടെ സുരക്ഷാ സേനകൾ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് മുംബൈ ഭീകരാക്രമണം നമുക്ക് ഓർമ്മയുണ്ട്. ആ ഭീകരാക്രമണത്തിന് തീവ്രവാദികൾ എത്തിയത് തീരം വഴിയാണ്, കടൽ മാർഗമാണ്. ഇത്തരത്തിൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുക, അതിന് എവിടെയെങ്കിലും തടസ്സമുണ്ടായാൽ ആ തടസ്സത്തെ ഇല്ലാതാക്കാനുള്ള ആക്രമണം അഴിച്ചുവിടുക, കടൽ മാർഗം ഇന്ത്യയിലെത്തി ഇന്ത്യയിലേക്ക് ഭീകരാക്രമണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ലഷ്കർ-ഇ-ത്വയ്ബ നേരത്തെ ഒരു വനിതാ ഭീകര സംഘടനയ്ക്ക് രൂപം നൽകി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വനിതാ ഭീകര സംഘടനയിൽ ഉൾപ്പെട്ട ഒരു ഭീകരവാദിയും ഉൾപ്പെടുന്ന സംഘമാണ് ദില്ലിയിൽ സ്ഫോടനം നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ഇന്റലിജൻസ് ഏജൻസികളുടെ പുതിയ വിവരം വരുന്നത് ലഷ്കർ-ഇ-ത്വയ്ബ നാവികസേന സ്പീഡ് ബോട്ടുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുത്തി ഒരു നാവികസേനയ്ക്ക് രൂപം നൽകാൻ ഒരുങ്ങുന്നു. ആ നാവികസേനയുമായി ബന്ധപ്പെട്ട പരിശീലനം രാജ്യത്തെമ്പാടും നടന്നു വരികയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.